നമസ്കാരം, എല്ലാവർക്കും TheTechFoodie പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ചെന്നൈയിലെ വാസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ചെന്നൈയിൽ ഈ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളെ കുറേ കാഴ്ചകളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല, ഫുള്ള് മഴയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ പ്ലാനും ചേഞ്ച് ആക്കിയത്. എന്തായാലും നമ്മൾ പോയ കാര്യം നടന്നു, എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഇനി വേറൊന്നുമില്ല, നമ്മളിനി നേരെ കോയമ്പത്തൂരായിട്ടാണ് പോണത്. നമ്മളിനിയിപ്പോൾ നേരെ കോയമ്പത്തൂരായിട്ടാണ് പോകുന്നത്. കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് നേരെ നാട്ടിലോട്ട്. കോയമ്പത്തൂർ എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റിംഗ് ആണ്. നമുക്ക് പെയ്യെ അങ്ങോട്ട് നമ്മുടെ യാത്ര തിരിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ വേപ്പൂരെത്തി. വേപ്പൂർ എന്ന് പറയുന്നത് ചെന്നൈയിൽ നിന്നൊരു 210 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ കൊണ്ട് കോയമ്പത്തൂരിന്. അപ്പോൾ കുഴപ്പമില്ല, വലിയ ക്ഷീണമൊന്നുമില്ല, നല്ല റോഡാണ്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരു 100ഒക്കെ അടിച്ച് നമുക്കിങ്ങനെ വരാൻ പറ്റും. അപ്പം ഈ റോഡൊക്കെ കാണുമ്പോൾ ഒന്ന് കൊതിയാവുന്നു. കേരളത്തിൽ ഇതുപോലത്തെ നല്ല റോഡ് ഫുള്ളായിട്ട് ഇങ്ങനത്തെ റോഡായിരുന്നെങ്കിൽ ഒന്ന് കൊതിയാവുന്നു. പക്ഷെ നമുക്ക് കൊതിക്കാനല്ലേ പറ്റത്തുള്ളൂ, കിട്ടത്തില്ലല്ലോ. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു നാടാണ്. അവിടെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ യൂസേഴ്സും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇതുപോലത്തെ ഇൻഫ്രാസ്ട്രക്ചേർഡ് ആയിട്ടുള്ള റോഡ്സ് ഒന്നും വരാത്തത്. അതിനിപ്പം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് സർക്കാരിനെയൊക്കെ കുറ്റം പറയാമെങ്കിലും ഒരുപാടൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അത്ര യൂസേഴ്സ് ഉണ്ട് നമ്മുടെ റോഡിന്. മെയിൻ്റെനൻസ് ഭയങ്കര കൂടുതലാണ്. അതെല്ലാം കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. എന്തായാലും നമ്മളൊരു കാപ്പിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പെയ്യെ അങ്ങോട്ട് കുടിക്കാം. ഞാനെന്തായാലും ഈ കാപ്പി കൊണ്ട് കുടിച്ച് കയറട്ടെ. ഈ ഒരു പാടം ഫുള്ള് കാണുന്നത് നമ്മുടെ കോട്ടൻ്റെ ചെടികളാണ്. കണ്ണത്താ ദൂരത്തിങ്ങനെ കിടക്കുകയാണ്. കിട്ടിലാണ് ഇവിടെ കാണാൻ. അങ്ങനെ ഞാനിപ്പോൾ സെഞ്ചൂരാണുള്ളത്. നമ്മൾ ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലോട്ട് പോകുമ്പം വെള്ളക്കോയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുവഴി പോകുമ്പോഴാണ് ഈ സെഞ്ചൂർ വരുന്നത്. നമ്മൾ നേരെ സേലം വഴി പോയാലും നേരത്തെ എത്തും. പക്ഷെ ഇത് ഇച്ചിരി കറക്കമാണ്, കുറച്ചൊന്ന് കറങ്ങണമെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ സീനറി ഉണ്ടല്ലോ, ഈ റോഡ് പോകുന്ന ഓരോ വഴിയിലും നിറച്ചു മലകളും, ഒരു രക്ഷയില്ലാത്ത റോഡ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ വെള്ളക്കോയിൽ വഴി ഒരു വട്ടം പോകണം. ഭയങ്കര മനോഹരമാണ് ഈ റോഡെന്ന് വെച്ചാൽ. റോഡ് അങ്ങനെ 4 വരിയൊന്നും അല്ല,
സിംഗിൾ ലൈൻ റോഡാണുള്ളത്. പക്ഷേ ഇവിടെയുള്ള കാഴ്ചകൾ ഫുള്ള് മലകളാണ്. മലകളെന്ന് വെച്ചാൽ നിറച്ചു മലകൾ, ചുറ്റിനും മലകളും നടുക്ക് റോഡും. ഭയങ്കര വ്യൂ ആണ്. ഭയങ്കര റിലാക്സിങ് ആയിട്ടൊരു റൈഡ് നമുക്ക് കിട്ടും. ഭയങ്കര സൂപ്പറായിട്ടോ. എല്ലാവരും ഒരു വട്ടമെങ്കിലും വരണം ഇതുവഴിയൊക്കെ. എന്നാലേ നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു ഭംഗിയൊക്കെ അറിയണമെങ്കിൽ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലോട്ട് ഇറങ്ങണം. എന്നാലേ അവിടുത്തെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. ചെന്നൈയിലൊക്കെ എന്ന് വെച്ചാൽ രസമാണ്, അത് വേറൊരു രസമാണ്. പക്ഷെ തമിഴ്നാടിൻ്റെ കറക്റ്റ് ഭംഗി അറിയണമെങ്കിൽ ഗ്രാമങ്ങളിലോട്ട് ഇറങ്ങണം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. നമ്മുടെ നാട്ടിൽ സിറ്റിയിലും പിന്നെയും കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും തമിഴ്നാട്ടിലെന്ന് വെച്ചാൽ അങ്ങനെയല്ല. സിറ്റിയിൽ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭംഗി കാണത്തില്ല. ഇവിടുത്തെ ഫുള്ള് പച്ചപ്പാണ്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും പച്ചപ്പെന്ന്. പക്ഷേ ഇത് ഫുള്ള് പച്ചപ്പും മലകളും ഭയങ്കര രസമാണ്. പക്ഷേ ഈ വെയിലുണ്ടെന്നേ ഉള്ളൂ. വലിയ വെയിലില്ല, പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെയിൽ. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ക്ലൈമറ്റ് മാത്രമേ ഉള്ളൊരു ചെറിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബാക്കിയെല്ലാം സൂപ്പറാട്ടോ. ഭയങ്കര റിലാക്സിങ് ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അതിലൊരു റോഡ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ടങ്ങ് കൊണ്ടുപോകാം. അവസാനം എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ നവീൻ എന്നാണ് ഇവൻ്റെ പേര്. എൻ്റെ കൂടെ ചെന്നൈ വർക്ക് ചെയ്തതായിരുന്നു. ഇവിടെ സ്ഥലം എവിടെയാണ്? വെള്ളക്കോയിൽ എന്ന് പറയുന്ന വൈറ്റ് സിറ്റി, ടെക്സ്റ്റൈൽ സിറ്റി. അതാ ഏത് ഡിസ്ട്രിക്റ്റ്? ഏത് തിരുപ്പൂർ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അപ്പം ഇവിടെ നൈസാണ്, ഫുള്ള് ഗ്രാമമാണ്. ഇവിടെ ഭയങ്കര രസമാണ്, ഭയങ്കര കാമാണ്. സിറ്റിയുടെ ആ ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എന്തായാലും ഇന്നിനി വേറൊന്നുമില്ല, ഇന്നിന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് കിടന്നുറങ്ങണം. ഭയങ്കര ടയേർഡാണ്, ഒരു രക്ഷയില്ലാത്ത ടയേർഡാണ്. കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതിൻ്റെതല്ല, പക്ഷെ ഭയങ്കര വെയിലായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ നമുക്കിനി പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റാണ്. പക്ഷേ ക്ലൈമറ്റ് കുറച്ചൊന്നുമല്ല, ഒട്ടും പറ്റത്തില്ലായിരുന്നു. അമ്മാതിരി ചൂടായിരുന്നു, ഫുള്ള് മുഖത്തോട്ടായിരുന്നു വെയിലടിക്കുന്നത്. ആകെപ്പാടെ ടയർഡായി, ആകെപ്പാടെ മുട്ടം വെയിലായതുകൊണ്ട് ഭയങ്കര ടയർഡായിപ്പോയി. അപ്പോൾ ഇനി വേറൊന്നുമില്ല, ഈ ഇന്നത്തെ കാഴ്ചകൾ ഇതോടെ തീരുകയാണ്. കാഴ്ചകൾ ഒട്ടും അവസാനിക്കുന്നില്ല, കാഴ്ചകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്നെ വീഡിയോ பண்ணலாம். சேனல் இருக்காடா? என்ன பப்ஜியா? ஃப்ரீ ஃபயரா? உனக்கு சேனல் இருக்காடா? எனக்கு சேனல் இல்லை. என்ன ஏன் உனக்கு சேனல் இல்ல? எனக்கு தெரியல. என்ன தெரியல? எனக்கு போன் இல்ல, அதனால இல்ல. போன் இல்லனா? டேய் இவன எனக்கு வீடியோ. உன்னோட பேர் என்ன?
உன்னை எடுத்துட்ட ஆல்ரெடி, நீ தான் வேணும். நீதான் வேணும். ஏதாச்சும் பேசு, ஏதாச்சும் பேசு. உத்ரா, பேர் உத்ராவா? சரி, பாய். ബൈ കാട്ട്, എല്ലാവർക്കും ബൈ കാട്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലത്തെ നല്ല വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്ക്. അപ്പം വേറൊരു ദിവസം വേറൊരു വീഡിയോ എഴുതണം വരെ